ഹലോ എവറിബഡി. ഫസ്റ്റ് ഓഫ് ഓൾ 2025 ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. സോ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. വിഷ് യു എ വണ്ടർഫുൾ 2025 ആൻഡ് ഇയേഴ്സ് ടു കം. അപ്പം പിന്നെ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ ഓൾ അലോങ് 2024. നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ ഞാനിന്ന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ വള സംസാരിക്കില്ല. അപ്പോൾ അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. സോ താങ്ക് യു സോ മച്ച് അഗൈൻ. എൻ്റെ പേര് അഞ്ജന, ചാനലിൻ്റെ പേര് ഇല്ലോളം. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഞാൻ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കൂടുതൽ വ്യൂസ് വന്നിട്ടുള്ള വീഡിയോസ് എന്ന് പറയുന്നത് അമേരിക്ക റിലേറ്റഡ് കാര്യങ്ങൾ പറയുമ്പോഴാണ്. അതിൻ്റെ അടിയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾ എങ്ങനെ അഡ്ജസ്റ്റ് ആയി. എല്ലാവർക്കും കുട്ടികൾ എന്നുള്ള ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. കുട്ടികളാണ് മെയിൻ ഫോക്കസ്. അപ്പം എനിക്ക് മനസ്സിലായി കുറേ ആൾക്കാരും അമേരിക്കയിൽ, ദുബായിൽ, യൂറോപ്പിലൊക്കെ പോയിട്ട് തിരിച്ചു വരാത്തത് കുട്ടികളുടെ ഒരു കാര്യം കൊണ്ടാണ്. സോ നമ്മൾ കുട്ടികൾ ഉണ്ടായിരുന്നിട്ടും കുട്ടികളെയും കൊണ്ട് മൂവ് ചെയ്ത ആൾക്കാരാണല്ലോ. അപ്പം നമ്മൾ ട്രിവാൻഡ്രത്തോട്ടാണ് മൂവ് ചെയ്തത്. സോ ഇന്ന് ഇപ്പം മൂവ് ചെയ്യണം, പക്ഷേ കുട്ടികളുടെ കാര്യങ്ങൾ, സ്കൂളിൻ്റെ കാര്യങ്ങൾ, കുട്ടികൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ള ഡൗട്ട്സ് ഉള്ള ആൾക്കാർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. സോ നിങ്ങൾ ഓൾമോസ്റ്റ് മൂവ് ചെയ്യാൻ റെഡിയാണ്, പക്ഷേ സ്കൂൾ ഏതാണെന്ന് ഗൈസ്, കൊച്ചിയിലെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഓൾസോ കൊച്ചിയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് കണ്ടുപിടിക്കാനും വളരെ ഈസി ആയിരിക്കും. ട്രിവാൻഡ്രത്ത് ഞങ്ങൾ ഏതൊക്കെ സ്കൂൾസിൽ അന്വേഷിച്ചു, ഏതൊക്കെ ഇൻ്റർനാഷണൽ സ്കൂൾസാണ് ഉള്ളത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെയാണ് സിലബസ് എന്ന് പറഞ്ഞുതരാം, എന്താണ് കുട്ടികൾക്ക് പറ്റണേന്ന് പറഞ്ഞുതരാം. എല്ലാം മൂവിൻ റെഡിയാക്കി തരാം നിങ്ങളെ. ഗൈസ്, അതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സ്ഥാപന ജമ്പങ്ങളൊക്കെ എടുത്ത് വലിച്ച് ദൂരെ എറിഞ്ഞിട്ട് വരണത്. ഗൈസ്, നമ്മുടെ സോഫ, മെത്ത, ബെഡ്, കസേര, മറ്റേ സാധനങ്ങൾ എല്ലാം വലിച്ചെറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അതിനും ഒരു മനക്കെട്ടി വേണം, അതില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗൈസ്, ചില ആൾക്കാരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടായിരിക്കും പല ആൾക്കാർ മൂവ് ചെയ്യുമ്പം അവരുടെ ഒരു മേജർ കോസ്റ്റ് എന്ന് പറയുന്നത് തന്നെ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. അവരുടെ സോഫ, അവരുടെ ബെഡ്. സത്യം പറഞ്ഞാൽ ഈ സാധനങ്ങളുടെ എല്ലാം മൊത്തം വില കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഷിപ്പിംഗ് ചാർജിൻ്റെ അത്രയും കാണൂലായിരിക്കും. പക്ഷേ എന്താണ്, സെൻറ്റിമെൻറ്റ്സ് ആണ്, അവർക്കതില്ലാതെ പറ്റില്ല. അതെല്ലാവർക്കും എന്നെപ്പോലെ, എൻ്റെ ഹസ്ബൻഡിനെ പോലെ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. സോ അപ്പം അതൊക്കെ നിങ്ങൾ ചെയ്തോ, നിങ്ങളുടെ ഡിസിഷനാണ്. മൂവി എന്തൊക്കെ കൊണ്ടുവരണം, എന്തൊക്കെ കൊണ്ടുവരണം, അതൊക്കെ നിങ്ങൾക്ക് ഈസിലി ചെയ്യാൻ പറ്റും. ബട്ട് ഞങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ടാണ് വന്നത്. ആകെ കൊണ്ടുവന്നത് രണ്ട് മൂന്ന് പാത്രങ്ങളും പിന്നെ കുറച്ച് ഉടുപ്പുമാണ്. എനിക്ക് ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉള്ളത് ഉടുപ്പ്, പിന്നെ ചെരുപ്പ്, പിന്നെ കുറച്ച് പാത്രം. പിന്നെ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കാനായിട്ട് എൻ്റെ ഭർത്താവ് സമ്മതിക്കില്ല. കാരണം ഇതെല്ലാം കൂടെ പൊക്കി എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ കാശ് പലതും കീറും. അതുകൊണ്ട് ഉള്ളതൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു ശരി, ഓക്കെ, പറ്റണത് മതി. ഓക്കെ. സോ എന്തുകൊണ്ട് അമേരിക്ക വിട്ട് നാട്ടിലേക്ക് സെറ്റിൽ ചെയ്യാൻ ഡിസൈഡ് ചെയ്തു? ഇതാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. ഗൈസ്, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം കമൻറ്റ് കണ്ടു എന്താണ് കാര്യം. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. കോവിഡ് ടൈം ആയിരുന്നു. കോവിഡ് ടൈം എല്ലാ വീടുകളിലും ഒരു അനിശ്ചിതാവസ്ഥ, അല്ലെ അങ്ങനെയല്ലേ പറഞ്ഞ, ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ട്. ഇങ്ങനെ നാട്ടിലോട്ട് തിരിച്ചു വരണം എന്നൊന്നും ആർക്കും ഡൗട്ട് കാണില്ലായിരുന്നിരിക്കാം. പക്ഷേ എൻ്റെ ഭർത്താവിന് ഒരു ദിവസം പൊട്ടിപ്പുറപ്പെട്ട ഒരു ഐഡിയ ആണ് നാട്ടിലോട്ട് വരണം. പക്ഷേ എനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല നാട്ടിലോട്ട് വരാൻ. അപ്പം കാരണം അവിടെ ഭയങ്കര സുഖമാണല്ലോ, അവിടെ എല്ലാം ഈസി ലൈഫാണ്. ഒന്നും അറിയണ്ട, രാവിലെ എണീക്കുക, എന്തെങ്കിലും ബ്രെഡ് അവല ബട്ടർ തേച്ച് തിന്നുക, ഇഡലി ഉണ്ടാക്കണ്ട, സാമ്പാർ ഉണ്ടാക്കണ്ട. പിള്ളേർക്കാണെങ്കിലും പാലും കുറച്ച് സീരിയലും മിക്സ് ചെയ്ത് കൊടുക്കുക, അതുങ്ങൾ അതും തിന്നുകൊണ്ട് പോകും. ഉച്ചയ്ക്കാണെങ്കിൽ സ്കൂളിൽ വല്ല പിസയ, വല്ല ഉണക്ക ബ്രെഡ്, വല്ല ചിക്കൻ നഗറ്റ്സ്, ഇതൊക്കെ തന്നെ തീറ്റ. ഞാൻ പറയുന്നില്ല, നല്ല ഡെയിലി മീൽ കൊടുത്ത് വിടുന്ന പാരൻസ് എന്തായാലും കാണും. ഞാനും സ്കൂളിലെ മീൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ തിന്നിട്ടാണോ കളഞ്ഞിട്ടാണോ വരണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മനസ്സമാധാനത്തിന് ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. രാവിലെ ആണെങ്കിൽ നമ്മൾ ദോശയാണ് മിക്ക ദിവസവും കൊടുക്കുന്നത്. പക്ഷേ ഞാൻ അത് ഒരു സ്ലാങ് അല്ല, ഒരു രീതി അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അതാണ് കുറച്ചും കൂടെ കൺവീനിയൻറ്റ് എന്നുള്ള രീതിയിൽ പലരും അത് ചെയ്യാറുണ്ട് ഈസി ലൈഫിന് വേണ്ടി. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഓപ്ഷൻസും ഇല്ല. ഇവിടെ സീരിയൽ കിട്ടും, പക്ഷേ പലരും വാങ്ങിച്ചു കൊടുക്കാറില്ല, കഴിക്കുന്നവരുണ്ട്.
ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ അത്രയും പ്രോഗ്രസീവ് ആയിട്ടില്ല, അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനത്തെ ലൈഫൊക്കെ വിട്ട് ഇങ്ങോട്ട് വരാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഇൻ എ വേ ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ ലൈഫ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈസിയർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ദാൻ മൈ ലൈഫ് ഇൻ USA. ഞാൻ വിചാരിച്ചതിനെക്കാട്ടി നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഒബ്വിയസ്ലി എന്തുവാണ്, വെതറിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഉണ്ട്. ചൂടാണ് ചില സമയത്ത് ഇവിടെ, അവിടെയാണെങ്കിൽ നല്ല അടിപൊളി വെതറാണ്. പിന്നെന്തുവാണ്, നമ്മുടെ കംഫർട്ട്, നമ്മുടെ വീട്ടിൻ്റെ ചുറ്റിപ്പറ്റി തന്നെ കടയുണ്ട്, അതുണ്ട് ഇതുണ്ട്, നല്ല അടിപൊളി ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതൊക്കെ കോംപ്രമൈസ് ചെയ്യണം കേട്ടോ. ശരി, വിഷയത്തിലോട്ട് തിരിച്ച്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്നുള്ള കാര്യമാണ്. എനിക്ക് ഇതൊന്നും മറക്കാൻ പറ്റുന്നില്ല, എനിക്ക് മിസ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ പെഡിക്യൂർ മാനിക്യൂർ ഒക്കെ ചെയ്യാൻ ചൈനീസ് അമ്മച്ചിമാർ അവിടെ ഇരിക്കും, അവിടെയൊക്കെ പോയി സുഖമായിട്ട് തലമുടി വെട്ടി പെഡിക്യൂർ മാനിക്യൂർ ഒക്കെ ചെയ്തിട്ട് വരും. ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ല എവിടെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെയായിട്ടും കണ്ടുപിടിച്ചില്ല, 4 വർഷമായി തിരിച്ചു വന്നിട്ട്. പിന്നെ എന്തോ ഇനി ആ കംഫർട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇനി പതുക്കെ ഞാൻ അതിനെപ്പറ്റി നിങ്ങൾക്ക് വീഡിയോ ചെയ്തു തരാം. ഓരോരുത്തൊക്കെ അതല്ല കുട്ടികൾ. സോ ഫസ്റ്റ് കുട്ടികൾ എന്ത് ചെയ്യും ഗൈസ്? എൻ്റെ മൂത്ത ആള് 3rd സ്റ്റാൻഡേർഡിലും ഇളയാൾ സ്കൂളിൽ പോലും ചേർന്നിട്ടില്ലായിരുന്നു ഇവിടെ വരുന്ന സമയത്ത്. സോ കോവിഡിൻ്റെ സമയത്താണല്ലോ നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ എല്ലായിടത്തും ഓൺലൈനായിരുന്നു ഫുൾ ടൈം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ പിള്ളേർക്ക് ഇവിടെ നാട്ടിൽ വന്നപ്പോഴത്തേക്കും ഓൺലൈൻ ആയത് കാരണം ആ ഒരു രീതിയിൽ കുറച്ച് എളുപ്പമായിരുന്നു. സ്കൂളിൽ പോയി അവിടുത്തെ സംഭവങ്ങളൊന്നും കണ്ട് വെറുക്കേണ്ട ഒരു അവസ്ഥ. അപ്പം നിങ്ങൾ ചോദിക്കും സ്കൂൾ വെറുപ്പാണോ എന്ന്, അത് ഞാൻ പറയാം. സോ അങ്ങനത്തെ ആ ഒരു സംഭവം ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ചൊക്കെ ഈസി ആയിരുന്നു ട്രാൻസിഷൻ. പിന്നെ അതുകൊണ്ട് എൻ്റെ ജോലിയും വർക്ക് ഫ്രം ഹോം മോഡായിരുന്നു ഫുള്ളി. അപ്പോൾ അതും എനിക്ക് പ്രശ്നം വന്നിട്ടില്ല. ഓഫീസിൽ പോകണ്ടായിരുന്നു, വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഫുള്ളി മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇളയാൾക്ക് പിന്നെ സ്കൂളിൽ പോയിട്ടില്ലാത്തതുകൊണ്ട് എല്ലാം മാത്തമാറ്റിക്സാണ്, പ്രശ്നമില്ല. മൂത്ത ആളെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു? 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ആൾ. ഗൈസ്, നമ്മുടെ നാട്ടിൽ പലരും തിരിച്ചു വരുമ്പോഴത്തേക്കും ഹിന്ദി ആൻഡ് മലയാളം ഈസ് എ പ്രോബ്ലം പിള്ളേർ പഠിക്കാൻ. അത് കൊണ്ട് പല NRI പാരൻസും പക്ഷേ ഹിന്ദി മലയാളമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്ന് ഒരു 3rd സ്റ്റാൻഡേർഡിൽ ഒരു ഹിന്ദി ആൻഡ് മലയാളം ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ അവിടെ പഠിക്കുന്ന വെച്ചൊന്നും ഒരു കാര്യമില്ല, തൊപ്പിയിടും. സോ അതുകൊണ്ടുകൊണ്ട് നമ്മളതിന് എക്സ്ട്രാ വർക്ക് ചെയ്ത് ഒരു 10 മടങ്ങ് ട്യൂഷനും വിട്ട് പിള്ളേരെ പീഡനം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ പീഡനമല്ല. പക്ഷെ എൻ്റെ പിള്ളേർക്കൊക്കെ ഡെഫിനറ്റ്ലി ബി അത് പീഡനമായിരുന്നിരിക്കാം, മലയാളത്തിനും ഹിന്ദിക്കൊക്കെ ട്യൂഷൻ വിട്ട് പഠിപ്പിച്ചാൽ. ബട്ട് ഹാറ്റ്സ് ഓഫ് ടു ദ കിഡ്സ്, ട്യൂഷനൊക്കെ പോയി ആ ലെവലെത്തി പഠിച്ചവരൊക്കെ. കാരണം നമുക്ക് മെനക്കെടാൻ വയ്യ, അവർക്ക് മെനക്കെടുത്താൻ താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ കംഫർട്ടബിളി ഫ്രഞ്ച് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആണ് എടുത്തിരിക്കുന്നത്. മിക്ക ഇൻ്റർനാഷണൽ സ്കൂൾസിലും സെക്കൻഡ് ലാംഗ്വേജ് വേറെ ഫ്രഞ്ചോ ജർമ്മനോ ഒക്കെ കാണും. പക്ഷേ ഹിന്ദി ഉണ്ട്. മലയാളം പഠിക്കേണ്ട ആവശ്യമില്ല. ഏത് സിലബസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്? IGCSE, അതായത് കേംബ്രിഡ്ജ് സിലബസാണ്. അപ്പോൾ US നിന്ന് തിരിച്ചു വന്ന കുട്ടികൾക്ക് കേംബ്രിഡ്ജ് സിലബസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. US എനിക്കറിയാം പ്രൈമറി ഫുള്ള് പബ്ലിക് സ്കൂൾസിലെല്ലാം ഭയങ്കര പ്രഷറൊന്നുമില്ല. മിക്ക പബ്ലിക് സ്കൂൾസിലും മിഡിലാവുമ്പോഴാണ് ഭയങ്കരമായിട്ട് അങ്ങ് കയറുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചൊക്കെ പാടായിരിക്കും. പക്ഷേ ഇവിടുത്തെ സ്കൂളിലെ ഇൻ്റർനാഷണൽ സ്കൂൾസ് എല്ലാം തന്നെ ഒരു ബഡ്ഡിങ് സ്റ്റേജ് ആയതുകൊണ്ടായിരിക്കാം എല്ലാ ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടീവാണ്. പിള്ളേരെ അപ് ടു ദ പാർ കൊണ്ടുവരാൻ വേണ്ടി അവർ മാക്സിമം ട്രൈ ചെയ്യും. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഇപ്പോൾ ഫ്രഞ്ച് ആണെങ്കിൽ തന്നെ നമ്മൾ മിഡ് വേ പോയി ചേരുകയാണെങ്കിൽ അവർ എക്സ്ട്രാ പഠിപ്പിച്ച ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ കൊണ്ടുവരാനൊക്കെ അവർ ട്രൈ ചെയ്യും. അത് ഒരു അടിപൊളി സംഭവമാണ് ഇവിടുത്തെ ഇൻ്റർനാഷണൽ സ്കൂൾസിൽ. അപ്പം ഞാൻ എൻ്റെ കുട്ടികൾ ഏത് സ്കൂളാണെന്ന് പറയുന്നില്ല, കാരണം അതിൻ്റെ പ്രൈവസി ഇതാവുന്നുള്ളതുകൊണ്ട് ഞാൻ അത് പറയില്ല. പക്ഷേ ട്രിവാൻഡ്രത്ത് ബേസിക്കലി ഗ്രീൻ വാലി എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ സ്കൂളുണ്ട്, ചെമ്പക ഇൻ്റർനാഷണൽ സ്കൂളുണ്ട്, ക്രൈസ്റ്റ് നഗർ ഇൻ്റർനാഷണൽ സ്കൂളുണ്ട്, ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ പക്ഷേ US കരിക്കുലം വെച്ചിട്ടാണ് എന്നാണ് എൻ്റെ ഒരിത്. ബട്ട് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സ്കൂള് കുറച്ച് പ്രീമിയം സംഭവമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം സ്കൂൾ ബസ് ആണെങ്കിലും ക്ലാസ് റൂംസ് ആണെങ്കിലും എല്ലാം AC ആണ്, പിന്നെ ഫുഡുണ്ട്. അപ്പോൾ അത്രയ്ക്ക് സൗകര്യങ്ങളൊന്നും എൻ്റെ കൊച്ചുങ്ങൾക്ക് എനിക്ക് കൊടുക്കാൻ താല്പര്യമില്ല. കാരണം നമ്മൾ നാട്ടിലാണല്ലോ, നമ്മളൊരു സാധാരണക്കാരായിട്ടാണ് ജീവിക്കുന്നത്. അപ്പം കുറച്ചൊക്കെ സൗകര്യം മതി, AC ക്ലാസ് റൂമൊന്നും വേണ്ടെന്നും, പിന്നെ കുറച്ച് ഫീസ് കൂടുതലാണെന്നും കുട്ടിക്കോ, അതുകൊണ്ട് അങ്ങോട്ട് വിടുന്നില്ല. അപ്പോൾ എന്തായാലും ആ സ്കൂളിലല്ലാന്ന് മനസ്സിലായല്ലോ, പിന്നെ ഏത് സ്കൂളിലാണെന്ന് പറയില്ല. പക്ഷേ
അപ്പോൾ പിള്ളേരെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. സോ കോവിഡ് ടൈം ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി. ഇനി നിങ്ങൾ കോവിഡ് ടൈമിലല്ല വരുന്നുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട ഇൻ്റർനാഷണൽ സ്കൂൾസിലുള്ള പിള്ളേരെല്ലാം ഇംഗ്ലീഷ് തന്നെയാണ് സംസാരിക്കുന്നത്. എൻ്റെ മോൻ്റെ ക്ലാസ്സിലുള്ള പിള്ളേരെല്ലാം ഇംഗ്ലീഷും. ഇവിടെ നാട്ടിൽ വളർന്ന പിള്ളേരാണെങ്കിൽ കൂടെ അവർക്ക് മലയാളം സംസാരിക്കാൻ അറിഞ്ഞൂടാ. അങ്ങനത്തെ അറിയാമെങ്കിലും തത്തപ്പിത്തക മലയാളമൊക്കെയാണ് പറയുന്നത് കുറേ പേരൊക്കെ. അപ്പം NRI കിഡ്സിന് എനിക്ക് തോന്നുന്നു ഈസിലി ജെല്ല് ചെയ്യാൻ പറ്റും ഇവിടുത്തെ പല ഇൻ്റർനാഷണൽ സ്കൂൾസിൽ പോയാലും. പിന്നെ ടീച്ചേഴ്സ് കുറച്ച് എല്ലാ ടീച്ചേഴ്സൊന്നും അല്ല, കമ്പയർ ടു CBSE ICC പാമ്പറിങ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ പിള്ളേരെ ആ ഒരു കംഫർട്ട് സോണിൽ വെക്കാൻ അവർ മാക്സിമം ട്രൈ ചെയ്യും. പിന്നെ അക്കാഡമിക്സ് നോക്കുകയാണെങ്കിൽ കേംബ്രിഡ്ജ് സിലബസ് നമ്മുടെ നാട്ടിലുള്ള സിലബസിനെക്കാട്ടിലും കുറച്ചും കൂടെ കട്ടിയാണ്. സോ അതായത് മിഡിൽ സ്കൂളിൽ വെച്ചല്ല പെട്ടെന്ന് ഇങ്ങനെ എല്ലാം കൂടെ ബോംബാർഡ് ചെയ്ത് പിള്ളേരെ പഠിപ്പിക്കുന്നത്. താഴെ ഫസ്റ്റ് ഗ്രേഡ് തൊട്ടേ ഒരുവിധം അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ലോഡൊന്നുമില്ല, പക്ഷെ തീരെ സിമ്പിളും അല്ല. പഠിക്കാൻ കുറച്ചത് സ്കൂളിൽ നിന്ന് അവർ അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് വിടും, നമ്മൾ കുറച്ച് ഹെൽപ്പ് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് സിലബസ് ഇവിടുത്തെ. കേംബ്രിഡ്ജിൻ്റെ സിലബസ് ആണെങ്കിൽ IB സിലബസിനെ പറ്റി എനിക്ക് അത്ര പിടിയില്ല. പിന്നെന്താണ് അത്, പിന്നെ US-ൻ്റെ ഇതാകുമ്പോഴത്തേക്കും അവിടുത്തെ രീതികളായിരിക്കുമല്ലോ, എനിക്ക് അറിഞ്ഞൂടാ. സോറി. അപ്പോൾ എൻ്റെ പിള്ളേരുടെ കേംബ്രിഡ്ജാണ്, അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് പറയാൻ അറിയാവുള്ളൂ. സോ ഫ്രഞ്ച് ഉണ്ട്, പിന്നെ എന്താണ് സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്, പിന്നെ ഒരു സയൻസിന് വേണ്ടിയിട്ട് 6th ഗ്രേഡ് തൊട്ട് ബയോളജി കെമിസ്ട്രി ഫിസിക്സ് വരുള്ളൂ. പിന്നെ സോഷ്യൽ സ്റ്റഡീസ് ഒരു സംഭവമില്ല. ഗ്ലോബൽ പെർസ്പെക്റ്റീവ് എന്നും പറഞ്ഞൊരു ബുക്കാണുള്ളത്. അതിൽ കുറേ റിസർച്ച് ഇവിടെ പഠിത്തം ഫുൾ കൂടുതലും റിസർച്ച് ബേസ്ഡ് ആണ്. കാണാപ്പാടം പഠിപ്പിക്കൽ പരിപാടികളില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിലായതുകൊണ്ട് ഫുള്ളി മറ്റേ കേംബ്രിഡ്ജ് പോലെ നമുക്ക് കിട്ടൂല. കാരണം ടീച്ചേഴ്സും അത്രയ്ക്കും ഭയങ്കര സെറ്റപ്പ് ഒന്നുമല്ല, ഒരു മിക്സാണ് ബേസിക്കലി. കാരണം ഇവിടുത്തെ ടീച്ചേഴ്സ് പണ്ടൊക്കെ മറ്റേ സിലബസിൽ പഠിപ്പിച്ചിട്ടായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ അവർക്ക് ഒറ്റയടിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര ഇൻ്റർനാഷണൽ ആവാനൊന്നും പറ്റില്ല. അതുകൊണ്ട് രണ്ടിനെയും കൂടെ ഒരു മിക്സ് ആയിട്ടാണ്. ചില ടീച്ചേഴ്സ് ഭയങ്കര അടിപൊളിയാണ്. അപ്പം എല്ലാം കൂടെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പുറത്തുള്ള പോലെ കിട്ടുമല്ലോ. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയാണ് കുറേയൊക്കെ. അപ്പം ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലതാണല്ലോ. നാട്ടിലും നിൽക്കണം, അവിടുത്തെ പോലത്തെ എഡ്യൂക്കേഷനും കിട്ടണമെന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. പിന്നെ നമ്മളൊക്കെ ഇവിടുത്തെ CBSE സ്റ്റേറ്റൊക്കെ അല്ലേ പഠിച്ചത്, നമ്മളെപ്പോഴും ജീവിച്ച് പോകണമല്ലോ. അപ്പം നിങ്ങൾ പറയും നാട്ടിൽ പഠിച്ച പിള്ളേർ ഇംഗ്ലീഷ് ഈസ് ജസ്റ്റ് എ ലാംഗ്വേജ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഇംഗ്ലീഷ് പഠിച്ചില്ല എന്ന് പറഞ്ഞ് ആരും ജീവിതത്തിൽ ഇംഗ്ലീഷ് പഠിക്കും, സംസാരിക്കുകയും ചെയ്യും. എൻ്റെ അമ്മോ, എങ്ങനെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് ചാവണ പാരൻസിനെ എനിക്ക് ഒന്നും പറയാനില്ല. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. അത്യാവശ്യം ഇവിടെ സ്കൂളിലെ പിള്ളേരൊക്കെ ഇപ്പോൾ അടിപൊളി. ഈവൻ CBSE സ്റ്റേറ്റ് അറിയാമല്ലോ, പണ്ടൊക്കെ ICSEയിലുള്ള സ്കൂൾസ് എല്ലാ പിള്ളേരും പണ്ട് തൊട്ടേ ഇംഗ്ലീഷാണ് അടിപൊളിയായിട്ട് സംസാരിക്കുന്നത്. അതിനെക്കാട്ടിയും അടിപൊളിയായിട്ടാണ് NRI കിഡ്സ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും നാട്ടിൽ മറ്റേ ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിച്ചാൽ മറ്റേ ഭയങ്കര അതാണ്, ഡ്രഗ്സാണ്, മറ്റേതാണ്. ഞാൻ ഇതുവരെയായിട്ട് ഇവിടെ അതൊന്നും കണ്ടില്ല. ഏത് സ്കൂളിലാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ പറഞ്ഞപ്പോൾ എത്രയാണ്. ഇനിയിപ്പോൾ എൻ്റെ പിള്ളേർ ചെറുതായതുകൊണ്ടാണ്. ഞാൻ എന്തായാലും ആ ലെവലാകുമ്പോൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുക. ഇതുവരെ ഞാൻ അങ്ങനത്തെ പരിപാടികളൊന്നും കണ്ടില്ല. എല്ലാം നമ്മൾ മോൾഡ് ചെയ്ത് കൊണ്ടുപോകണ പോലെ ഇരിക്കും. സോ ഫാർ എനിക്കതാണ് തോന്നുന്നത്. ഇനി നെക്സ്റ്റ് ലെവലിൽ എന്താവും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഇപ്പം തൽക്കാലം പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളൊക്കെ അതൊക്കെ പിന്നെ എല്ലായിടത്തും ഉള്ളതാണ്. അതെല്ലാം അറിഞ്ഞും കണ്ടും വേണം പിള്ളേർ വളരാൻ. എല്ലാം ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. അതൊന്നും ഇപ്പം എനിക്ക് തോന്നുന്നു NRI പാരൻസിന് വല്ല പ്രശ്നമായിരിക്കില്ല. പിന്നെ ഫോൺ യൂസേജ്, എൻ്റെ മോൻ്റെ ക്ലാസ്സിലുള്ള മിക്ക പിള്ളേർക്ക് ഫോണുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെയായിട്ട് ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടം. സോ നമ്മൾ എന്താണോ വേണ്ടത് നമ്മളെ പിള്ളേർക്ക് നമുക്കത് ചെയ്യാം. പിന്നെ എക്സ്ട്രാ കോച്ചിങ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് തീരെ പറ്റുന്നില്ല അല്ലെങ്കിൽ മാത്സ് തീരെ പറ്റുന്നില്ല എങ്കിൽ എക്സ്ട്രാ നിങ്ങൾ ട്യൂഷൻ വെക്കേണ്ടി വരും. നമ്മൾ ഓക്കെ ആണെങ്കിൽ ഇത് മതിയെങ്കിൽ ഇത് അത്രേ ഉള്ളൂ. വേറെ നിങ്ങൾക്ക് പല സംഭവങ്ങളുണ്ടല്ലോ, മറ്റേ എന്തൊക്കെയാണ് കുമോണ്, പിന്നെ എന്തുവാണ് മാത്ത് ഒളിമ്പിയാഡ്, അതൊക്കെ എക്സ്ട്രാ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ അറ്റ് പാർ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യിപ്പിക്കണം. അതൊന്നും പ്രശ്നമൊന്നുമില്ല. സോ നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ ബെസ്റ്റാണ് ഗൈസ്. ഇന്ത്യയിലെ എഡ്യൂക്കേഷനിലെ ഏറ്റവും ബെസ്റ്റ്. പറ്റുവാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ CBSE ICC കൊണ്ട് ചേർക്കണം. പക്ഷേ ക്ലാസ്സിൽ സ്ട്രെങ്ത് ഭയങ്കര കൂടുതലായിരിക്കും. ഈ പിള്ളേർക്കൊന്നും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കൂടുതൽ അവരിങ്ങനെ 25 പേര് ഒക്കെ ഉള്ള ക്ലാസ്സിൽ പഠിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പം അവർക്ക് അത് ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ടാണ് ഈ പുതിയ ഇൻ്റർനാഷണൽ സ്കൂൾസിൽ സ്ട്രെങ്ത് 20-25 റേഞ്ചിലൊക്കെ ഉള്ളൂ. മിക്ക ക്ലാസ്സിലും ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള നമ്മുടെ നാട്ടിലുള്ള പല പാരൻസ് പോലും NRI പാരൻസ് അല്ലാത്തവർ പോലും കുറേ പേര്
ഇവിടെയാണ് കുട്ടികൾ പഠിപ്പിക്കുന്നത്. അവരുടെ സ്ട്രെസ് ലോഡും കുറയ്ക്കാൻ വേണ്ടി അങ്ങനെ പഠിപ്പിക്കുന്ന കുറേ പേരുണ്ട്. എന്നാൽ നല്ല സിലബസ് വേണം, ആവശ്യത്തിനുള്ള കാര്യങ്ങൾ വേണം. ഓവറായിട്ട് ഇങ്ങനെ കുത്തിക്കയറ്റി പഠിപ്പിക്കണമെന്നില്ല എന്നുള്ള ആൾക്കാർ കുറേ പേര് എൻ്റെ മോൻ്റെ ക്ലാസ്സിലൊക്കെ അങ്ങനത്തെ കുറേ കിഡ്സ് ഉണ്ട്. ഇവിടെ നാട്ടിലുള്ള പാരൻസ് NRA ഒരു ഇതും ഇല്ലാത്ത അങ്ങനത്തെ കുറേ പാരൻസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഹയർ സ്റ്റഡീസ് എന്താവും, അതിനെപ്പറ്റി തൽക്കാലം അറിഞ്ഞൂടാ. ഇപ്പം എൻട്രൻസ് മറ്റേ ഇതൊക്കെ എഴുതുന്ന പിള്ളേരാണെങ്കിൽ CBSEയിൽ പോയാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു വർഷം ലീവ് എടുത്തോ, ആ ഫുൾ ലീവിലിരുന്ന് എൻട്രൻസോ എന്താണെന്ന് പറഞ്ഞാൽ കോച്ചിങ് ചെയ്ത് നിങ്ങൾ പഠിപ്പിച്ചോ. ഒരു വർഷം നഷ്ടപ്പെടാൻ പറ്റില്ലെങ്കിൽ ഈ NRA എന്തായാലും ICSE ഇന്റർനാഷണൽ സ്കൂൾസിലൊക്കെ പഠിപ്പിക്കുന്ന പാരൻസ് പുറത്തൊക്കെ വിട്ട് ആയിരിക്കും ചിലപ്പം പിള്ളേരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ പ്രശ്നം കുഴപ്പമില്ലല്ലോ, അതനുസരിച്ച് ആദ്യമേ അങ്ങ് ട്രെയിൻ ചെയ്താൽ മതിയല്ലോ. ഇൻ കേസ് എൻട്രൻസ് ഓറിയന്റഡ് പാരൻസ് എന്തായാലും ഇന്റർനാഷണൽ സ്കൂളിൽ കൊണ്ട് ചേർക്കുമെന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 11th 12th വേണമെങ്കിൽ CBSEയിൽ ചേരാമല്ലോ, അതിനൊരു പ്രശ്നമില്ല. അപ്പോൾ അത് ആ ഓപ്ഷനും ഉണ്ട്. തൽക്കാലം പറഞ്ഞ ഈ സ്റ്റേജിൽ ഞാൻ ഹയർ സ്റ്റഡീസിനെ പറ്റി അധികം സത്യം പറഞ്ഞ് ആലോചിച്ചിട്ടില്ല. കാരണം നമ്മളിവിടെ മൂവ് ചെയ്ത് വന്നപ്പം ഈസി ആയിട്ടുള്ള ഓപ്ഷൻ ആയിരുന്നു ഇതിപ്പോൾ തൽക്കാലം അടിപൊളിയായിട്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്. പിള്ളേരെ ഹാപ്പി, നമ്മളെ ഹാപ്പി. അതിൻ്റെ ഹയർ സ്റ്റഡീസ് എന്താവുന്നുള്ളത് ദൈവം തമ്പുരാന് മാത്രമേ അറിയാവുള്ളൂ. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെയാണ് ഓപ്ഷൻസ്. നമുക്കിപ്പം ഒരു വർഷം പലരും എൻട്രൻസ് CBSE പഠിച്ചിട്ടുള്ള പോലും ആൾക്കാർ പോലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ആവശ്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അല്ലാതെ തന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് വേറെ കോഴ്സസ് പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ. അതുകൊണ്ട് ദിസ് ഡസൻറ്റ് മാറ്റർ, സിലബസ് ഒരു മാറ്റർ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സ്കൂൾ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഇപ്പം നമ്മൾ വേറെ ക്ലാസ്സസിനൊക്കെ വിടൂലേ, ഇപ്പം ആർട്ട് ക്ലാസ്സിനെ വിടും, അല്ലെങ്കിൽ ഡാൻസ്. മിക്ക സ്ഥലത്തും മലയാളമാണ് സംസാരിക്കുന്ന ടീച്ചർമാരെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു കാര്യം പറയട്ടെ, മിക്ക സ്ഥലത്തും ഇപ്പം ടീച്ചർമാരെല്ലാം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം പിയാനോ ക്ലാസ്സിൽ വിടുന്ന സ്ഥലത്താണെങ്കിലും ഡാൻസ് ക്ലാസ്സിനാണെങ്കിലും എല്ലായിടത്തും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പിള്ളേർ അഡ്ജസ്റ്റ് ചെയ്യൂല എന്ന് പറയുന്ന കാര്യങ്ങളിൽ പല പേരൻസിനും പിള്ളേർക്കല്ല പ്രശ്നം, പാരൻസിനാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. 80% കേസസിനും പാരൻസ് ജസ്റ്റ് പിള്ളേരുടെ തലയിൽ ഇടുന്നു എന്ന് മാത്രം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങളുടെ കമൻസ് നിങ്ങളൊന്നും വെച്ചാൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയല്ല. പാരൻസിന് ജെല്ല് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, പാരൻസിന് ജെല്ല് ചെയ്യാൻ പറ്റുന്നവരല്ലേ നാട്ടിൽ തിരിച്ചു വരുള്ളൂ. ആരും ഫോഴ്സ് ചെയ്യുന്നില്ല. വരണം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇവിടെയുള്ള ലോക്കലി ക്ലാസ്സസിലൊക്കെ വിടുന്ന ചില സ്ഥലത്ത് ലൈക്ക് ഒരു ലോക്കൽ ഇപ്പം സ്കേറ്റിംഗ് ക്ലാസ്സിന് പോയി ഒരു ലോക്കൽ സ്ഥലത്താണ് പോയെങ്കിൽ അവിടെ ചിലപ്പം പിള്ളേർക്ക് സെറ്റ് ആവില്ല. അവിടുത്തെ ഉള്ള കുട്ടികളും അവിടുത്തെ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് മാറ്റാനേ വഴിയുള്ളൂ. പല ക്ലാസ്സസ് ഉണ്ടല്ലോ, ഇപ്പം പല സ്കൂൾസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ കുട്ടികൾ വരുന്ന അല്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഈസിലി ഫ്രണ്ട്സ് ആവാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കുട്ടികളുള്ള സ്കൂൾസിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഡെഫിനറ്റ്ലി കൊച്ചിയിലോട്ടൊക്കെ സെറ്റിൽ ചെയ്യുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നല്ലോ ഒരിക്കലും അമേരിക്ക യൂറോപ്പ് ഒന്നും മിസ്സാവുന്നു. അവിടെയൊക്കെ പണ്ട് തൊട്ടേ എനിക്ക് തോന്നുന്നു ഓൾറെഡി ഒരു ലെവൽ എത്തിക്കഴിഞ്ഞു. നമ്മുടെ നാട് ട്രിവാൻഡ്രം പക്ഷേ ഇപ്പോഴും ഇപ്പം നൈറ്റ് ലൈഫ് ആണെങ്കിലും ക്ലബിംഗ് ആണോ ഒന്നും ആ ലെവലിൽ എത്തിയിട്ടേ ഇല്ല. നമ്മുടെ നാട്ടിലൊന്നും രാത്രി 10 മണി കഴിഞ്ഞ് എനിക്കൊന്നും ഒരിടത്തും തനിച്ച് നടന്നു പോകാനുള്ള ധൈര്യമൊന്നുമില്ല. കൊച്ചിയിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇനിയും വളരെ 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 ആ കാര്യത്തിലൊക്കെ പുരോഗമനം വരുത്താണ്ട്. മേ ബി പോർട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഏകദേശം കൊച്ചി പോലെയൊക്കെ ആവുകയാണെങ്കിൽ അടിപൊളിയാണ്, നമ്മുടെ നാടും മാറും. പക്ഷേ അതിനനുസരിച്ച് ട്രാഫിക്കും തിരക്കും കൂടി. ഇപ്പം നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി ട്രാഫിക്കൊക്കെ വളരെ ഓക്കെയാണ്. രാവിലത്തെ ട്രാഫിക്കും എല്ലാം ഭയങ്കര കൺവീനിയൻ്റ് ആണ്. നമുക്ക് നല്ല സുഖമായിട്ടാണ് നമ്മൾ ഇവിടെ കംഫർട്ടാണ്. അതുകൊണ്ട് ഒരു സിറ്റിയിൽ ഇപ്പം നമ്മൾ ബാംഗ്ലൂരു വേറെ മെട്രോസിലൊക്കെ പോയി സെറ്റിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ലൈഫ് അത് വേറെ കുഴപ്പമാണ്. നമ്മൾ എവിടെയാണ് സെറ്റിൽ ചെയ്യാൻ പോണത്. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ യാത്ര ചെയ്ത് തന്നെ ഒരു വഴിയാവും ആൾക്കാർ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ പലരും തിരിച്ചു വരില്ല. സോ ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ ജോലി എങ്ങനെയാണ്, ശമ്പളം അതിനനുസരിച്ച് കിട്ടുമോ, അങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇവിടെയും IT കമ്പനികളുണ്ടല്ലോ. പിന്നെ നിങ്ങളുടെ വർക്ക് ഫ്രം ഹോം ഓപ്ഷൻസ് ഒക്കെ എല്ലാം ഒത്തൊരുമിച്ച് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിറ്റിയിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നണില്ലല്ലേ പല ആൾക്കാരും ബാംഗ്ലൂർ, ബോംബെ, ഡൽഹി അങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നണില്ല. അതൊരു അവരുടെ കമ്മ്യൂട്ടും ലൈഫ് പിന്നെ മെയ്ഡ്സിനെയും സെർവൻസിനെയൊക്കെ കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. അത് കുറച്ച് എളുപ്പമാണല്ലോ. പിന്നെ നമ്മുടെ നാട്ടിലെ വർക്ക് കൾച്ചർ വേറെയാണ്. ലൈക്ക് 6 o'clock പുറത്തൊക്കെ ആണെങ്കിൽ ഇറങ്ങി വരാം.
നമ്മുടെ നാട്ടിൽ അത് പറ്റൂല. അപ്പം അതൊക്കെ പക്ഷെ നമ്മൾ ഡീൽ ചെയ്യുന്ന പോലെ ഇരിക്കും. ആദ്യമേ ഇതാണ് സ്റ്റാൻഡ് ക്ലിയർ ചെയ്താൽ എനിക്ക് 6 മണിക്ക് പോകണം എന്നുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി എടുക്കണം, അല്ലാതെ വേറെ വഴിയില്ല. അപ്പം പിന്നെ നമ്മൾ രണ്ടുപേരെ സംബന്ധിച്ച് നമ്മൾ പാഷൻ്റെ പുറകെ പോയ ആൾക്കാരായതുകൊണ്ട് വർക്ക് എന്ന് പറയുന്ന ഒരു സംഭവം അതിനെപ്പറ്റി നമുക്കത്ര സ്ട്രെസ്സില്ല. സോ അതൊരു മേജർ തിങ് ആണ്. സോ ജോലിയൊക്കെ ഒരു 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 കൺവീനിയൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ട് തിരിച്ചു വരാം. അല്ലാതെ ജോലി ഭയങ്കര കട്ടപ്പോഹയാണ്, പിള്ളേരെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇഷ്ടംപോലെ ജോലിക്കൊക്കെ ഇവിടെ നമുക്ക് ആൾക്കാരെ കിട്ടും ഹയർ ചെയ്യാൻ, നാനി ആണെങ്കിലും പിന്നെ ഗ്രാൻഡ് പാരൻസിൻ്റെ ഹെൽപ്പിന് വേണമെങ്കിലും ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എളുപ്പമാണ്. പിന്നെ വേറെ പല ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, നിങ്ങളുടെ നാട്ടുകാരുടെ ശല്യം സഹിക്കാൻ പറ്റാത്ത ആൾക്കാർ കുറേ പേര് തിരിച്ചു വരിക. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുട്ടികളെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു എന്നുള്ള ഒരുവിധം മനസ്സിലായല്ലോ. സത്യം പറഞ്ഞാൽ നമ്മളിവിടെ തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ഒരു NRI ഫ്രണ്ട്സും നമുക്കിവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഒറ്റയ്ക്കായിരുന്നു. നമുക്ക് എൻ്റെ വീടും ഇൻഡോസിൻ്റെ വീടും മാത്രം ഇങ്ങനെ ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കും. വീക്കെൻഡ്സൊക്കെ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പിന്നെ ഇവരുടെ ക്ലാസ്സസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവർക്ക് പക്ഷേ സ്കൂൾ ടൈം ഫുള്ളി ഓക്കുപ്പൈഡ് ആണ്. സ്കൂളിലെ ഫ്രണ്ട്സായിട്ട് ഭയങ്കര കമ്പനിയാണ്. ആ സമയം അവർ ആക്ച്വലി കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. കാരണം ഏജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ എവറി 3 months ആരെങ്കിലുമൊക്കെ വിസിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അങ്ങനെ മിസ് ചെയ്യില്ല. പിന്നെ നമ്മളും അവരെ പുറത്തൊക്കെ പോകും, നമ്മളും വെക്കേഷൻ സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യും. അപ്പം നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടില്ല അവിടുത്തെ ഒരു ഇത്. നമുക്ക് ട്രാവൽ ചെയ്യാം എപ്പോൾ വേണമെങ്കിലും എന്നുള്ള ഒരു ഓപ്ഷനും, മീൻസ് വെക്കേഷൻ സമയത്തൊക്കെ കുറച്ചൊക്കെ കറങ്ങാനൊക്കെ പോകുന്നൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് അത്ര കുഴപ്പമില്ല. സോ കുട്ടികളെ ഒരു സെറ്റാക്കി എടുക്കേണ്ടത് സത്യം പറഞ്ഞാൽ പാരൻസിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. നമ്മൾ അവരെ കൂടുതൽ ഇങ്ങനെ സത്യം അവർക്കൊരു ട്രോമയാണ് സത്യം പറഞ്ഞാൽ പിള്ളേർക്ക്. അവരുടെ ആ ഒരു സെറ്റപ്പിൽ നിന്ന് അവരെ പറിച്ചെടുത്തോണ്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സെറ്റപ്പിൽ കൊണ്ടിടുകയല്ലേ. അപ്പം നമ്മൾ അവർക്ക് അവിടുത്തെ പോലെ തന്നെ ഒരു എൻവയോൺമെൻറ്റ് അവർക്ക് ഇവിടെയും കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അവർക്ക് അവിടെ മിസ് ചെയ്യാത്ത രീതിയിൽ കുറച്ച് കാലത്തേക്കെങ്കിലും അവരെ ഒന്ന് എൻ്റർടൈൻ ചെയ്ത് അവർക്ക് ആ ഒരു അപ്പോൾ നിങ്ങൾ ചോദിക്കുക എങ്ങനെ അവിടുത്തെ ലൈഫ് ഇവിടെ കൊടുക്കാം. അതായത് സ്കൂള് ഒരുവിധം അവരെ ഓക്കെ ആക്കി എടുത്താൽ തന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും. എനിക്ക് തോന്നുന്നു സ്കൂൾ പിള്ളേർ ഈസിലി അഡ്ജസ്റ്റ് ആവും. ഇവിടുത്തെ ഇൻ്റർനാഷണൽ സ്കൂൾസൊക്കെ ഞാൻ പറഞ്ഞില്ലേ NRI കിഡ്സൊക്കെ കുറേ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നില്ല അവർക്ക് അവിടുത്തെ ലൈഫ് അങ്ങനെ മിസ് ചെയ്യുമായിരിക്കും എന്ന്. പിന്നെ ഈ ഇൻഫ്രാസ്ട്രക്ചറൊന്നും അവിടുത്തെ പോലെ കാണൂല. അവിടുത്തെ പുറത്തൊക്കെയുള്ള സ്കൂൾസ് ഭയങ്കര വലിയ പ്ലേ ഗ്രൗണ്ടും അതൊക്കെ കുറച്ച് കുഴപ്പമാണ്. നമ്മുടെ നാട്ടിൽ പ്ലേ ടൈമും മറ്റേ സോക്കർ, ബാസ്കറ്റ് ബോൾ, സ്വിമ്മിങ് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും സ്കൂളിൽ കാണൂല. അതൊക്കെ നമ്മുടെ കൊച്ചിയിലെ സ്കൂൾസിലുണ്ട്, ട്രിവാൻഡ്രത്തുള്ള ഒരു സ്കൂൾസിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതോ ഇൻ്റർനാഷണൽ സ്കൂൾസ് എസ്പെഷ്യലി എനിക്ക് അറിഞ്ഞൂടെ, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യും. എന്തായാലും എൻ്റെ പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ സ്പോർട്സ് ഇപ്പോഴും ഒരു അണ്ടർ കൺസ്ട്രക്ഷനാണ്. എന്നാലും ചില സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഗേൾസിന് അത്രയ്ക്കൊന്നും ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, ബോയ്സിന് പിന്നെയുണ്ട്. അത് നമ്മുടെ നാട്ടിലിരിക്കുന്ന ട്രിവാൻഡ്രത്ത് ഗേൾ പിള്ളേർക്ക് സോക്കർ, ബാസ്കറ്റ് ബോളൊക്കെ പുറകോട്ടാണ്. പുറത്തുള്ള ഗേൾ പിള്ളേരാണെങ്കിലും അവർ അടിപൊളിയായിട്ട് ചില കുട്ടികളൊക്കെ സ്പോർട്സിലൊക്കെ ഷൈൻ ചെയ്യുമല്ലോ. ഇവിടെ വരുമ്പോഴത്തേക്കും അവർക്ക് അതാണ് പ്രശ്നം. ഇവിടെ കൂടുതൽ ആൺപിള്ളേർക്കാണ് സ്പോർട്സിലെല്ലാം പ്രൊമോട്ട് ചെയ്ത് വിടുന്നത്. കൊച്ചിയിൽ പക്ഷേ അങ്ങനെ അല്ല എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കൊച്ചിയിലേക്ക് മൂവ് ചെയ്യുന്നുള്ളവർ അങ്ങോട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ. കാരണം ഈ സ്പോർട്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്കൂൾസിൽ കുറച്ച് ബെറ്ററായി. ഞാനെപ്പോഴും ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തോട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും തോന്നുന്നല്ലേ. കുറേ കൂടുതൽ പേരും ബാംഗ്ലൂർ അങ്ങനെയൊക്കെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അവിടെ ഒട്ടുമേ മിസ് ചെയ്യൂല. ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം അമേരിക്കനെക്കാട്ടി അടിപൊളിയാണെന്നാണ് കേട്ടുള്ളത് അവിടുത്തെ ഓരോ അപ്പാർട്ട്മെൻറ്റും അവിടുത്തെ ലൈഫും ഒക്കെ. അപ്പോൾ പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ പിന്നെ ബാംഗ്ലൂരും ഡൽഹിയിലും ബോംബെയിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നവും കാണൂല. പിന്നെ എന്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ വെറി ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിള്ളേരെങ്ങനെ അഡ്ജസ്റ്റ് എനിക്കൊന്ന് നാട്ടിൽ നമ്മുടെ ട്രിവാൻഡ്രത്തോടും കൊച്ചിയൊക്കെ വരുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ കൺഫ്യൂഷൻ മേ ബി. അത് കുറച്ച് പാടാണ്. കൊച്ചു കുട്ടികളാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത്തിരി വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. കാരണം എൻ്റെ പിള്ളേർ വളരെ കൊച്ചായിരുന്നു. പക്ഷേ ഇവരുടെ സ്കൂൾസിലൊക്കെ തിരിച്ചു വരുന്ന കുട്ടികളുണ്ട്. അവർക്ക് കുറച്ച് നാൾ ഇത്തിരി പാട് തന്നെ ആയിരിക്കും. കൾച്ചർ ഷോക്ക് തന്നെയാണ് ഡെഫിനറ്റ്ലി.
അത് പിന്നെ എനിക്ക് തോന്നുന്നില്ല അത്രയും വലിയ പിള്ളേരൊക്കെ ആയിട്ടുള്ള ഫാമിലി തിരിച്ചു വരുന്നു. ഒരു 5ാം ക്ലാസ്സിൽ മുന്നത്തെ ഫാമിലി ഉള്ള കുട്ടികളുള്ള ആൾക്കാർക്ക് ഈ ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതാകുമ്പോൾ അവരുടെ ട്രോമയും അത്രയും കുറഞ്ഞിരിക്കും. സത്യം പറഞ്ഞത് ട്രോമയാണ് കുട്ടികൾക്ക്. നമ്മൾ തന്നെ ഒരു ആലോചിച്ച് നോക്കുക, അവിടെ സെറ്റായി അവരുടെ മനസ്സും എല്ലാം ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു അവർക്ക് ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ആരെങ്കിലും വേണം. ലൈക്ക് അവർക്ക് പ്രോബ്ലംസ് ഒക്കെ ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഇനി ഗ്രാൻഡ് പാരൻ്റ് അല്ലെങ്കിൽ അമ്മ ആരടുത്തെങ്കിലും അവർ തുറന്ന് സംസാരിക്കുന്ന കുട്ടികളാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, അവരൊരുവിധം അഡ്ജസ്റ്റ് ആയി പോകും. ഇതിങ്ങനെയെല്ലാം ഹൈഡ് ചെയ്തൊന്നും പറയാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത്തിരി പാട് തന്നെയായിരിക്കും. നമ്മൾ എന്തിനാണ് തിരിച്ചു വന്നതെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് നാട്ടിലെ എക്സ്പീരിയൻസ് കൊടുക്കാനും നമുക്ക് കുറച്ചും കൂടെ ലൈഫ് ഈസിയർ ആക്കാനും വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും വെക്കേഷന് വരുമ്പോൾ കുട്ടികൾക്ക് എക്സ്പീരിയൻസ് കിട്ടിയാൽ പോരെ. മതി, വെക്കേഷന് 3 മാസം നാട്ടിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ അടിപൊളിയാണ്, അത് പറ്റുകയാണെങ്കിൽ. അല്ലെങ്കിൽ 1 മാസത്തേക്ക് നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇവിടുത്തെ എക്സ്പീരിയൻസ് കൊടുക്കാൻ താല്പര്യമില്ലാത്ത പാരൻസ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അതെല്ലാവരും അവരവരുടെ ഇഷ്ടമല്ലേ. നിങ്ങൾക്ക് ഇപ്പം എല്ലാവർക്കും മൂവ് ചെയ്യാൻ പറ്റണമെന്നൊന്നും ഇല്ലല്ലോ. ദിസ് വീഡിയോ ഈസ് ഓൺലി ഫോർ ദോസ് പീപ്പിൾ ഹു ആർ ട്രൈങ് ടു മൂവ് ടു നാട് ആൻഡ് ഹൗ ടു ഗെറ്റ് ദ കിഡ്സ് അഡ്ജസ്റ്റഡ് ടു ദ സ്കൂൾസ് ആസ് വെൽ ആസ് റീസൺ ആസ് പോസിബിൾ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? കിഡ്സ് അഡ്ജസ്റ്റ് ചെയ്തതിനെ പറ്റി ഒരു കാര്യം മനസ്സിലായില്ലേ? വളരെ കൊച്ചു പിള്ളേരാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകും. കുട്ടികളെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തു. ഇംഗ്ലീഷ് ഈസ് നോട്ട് ജസ്റ്റ് എ ലാംഗ്വേജ് ഫോർ കമ്മ്യൂണിക്കേഷൻ, അറിയാലോ. ഇംഗ്ലീഷൊക്കെ ഇവിടുത്തെ സ്കൂൾസിലൊക്കെ കുഴപ്പമൊന്നുമില്ല. നമ്മളൊക്കെ ഇവിടെ സ്കൂളിൽ ഞാനൊക്കെ എന്താ അടിപൊളിയായിട്ട് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച് ഞാൻ ഇംഗ്ലീഷ് അടിപൊളിയല്ലേ. അതാണ് അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഹോഴ്സ് റൈഡിങ് പഠിപ്പിക്കുന്നുണ്ട്, അറിയാമോ? പക്ഷെ ഞാൻ എൻ്റെ പിള്ളേരെ വിടുന്നില്ല. പിന്നെ ടെന്നീസൊക്കെ പണ്ട് മുതലേ ഉണ്ട്. സ്വിമ്മിങ് ഒക്കെ ഇപ്പം ഒരു 4-5 സ്വിമ്മിങ് പൂൾസൊക്കെ ഉണ്ട് നമ്മുടെ സിറ്റിക്കകത്ത് തന്നെ. എവിടെ വേണോ കുട്ടികളെ പഠിപ്പിക്കാം. സോ എല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നവർ അറ്റ് പാർ എന്നുള്ള കോമ്പറ്റേറ്റീവ് ലെവൽസിലോട്ട് പോകുമ്പം എങ്ങനെയാണെന്നുള്ളത് ടെന്നീസൊക്കെ ഉണ്ട്. സ്വിമ്മിങ്ങിനൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇവിടെ നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷം ഇപ്പോഴാണ് സത്യം പറഞ്ഞ സ്വിമ്മിങ് ക്ലാസ്സിനൊക്കെ പിള്ളേരെ വിട്ട് തന്നെ തുടങ്ങിയത്. കാരണം എനിക്ക് കുറച്ച് ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നു സ്വിമ്മിങ്ങിനെ പറ്റി. പിന്നെ എനിക്ക് ഡ്രൈവ് ചെയ്ത് ഇത്ര ദൂരം പോകാനുള്ള മടി. ഇപ്പോഴാണ് ഞാൻ തന്നെ സ്വിമ്മിങ്ങിന് പോയി തുടങ്ങി. അപ്പോഴാണ് എനിക്ക് തന്നെ കോൺഫിഡൻസ് കിട്ടിയത് പിള്ളേരെ വിടാനും അങ്ങനെയൊക്കെ. പിന്നെ അവർ വേറെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഇടയിൽ കൂടെ. സോ ഇതിന് സമയമില്ലായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് സമയം കിട്ടി തുടങ്ങിയത്. സോ എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിലും ഉണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി നോട്ട് അറ്റ് പാർ വിത്ത് ടു അമേരിക്ക ഓർ യൂറോപ്പ് ഓർ അതൊക്കെ. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിന്നാലേ പറ്റുള്ളൂ. പിന്നെ നിങ്ങളുടെ കാര്യം ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യമൊക്കെ നടത്തി തട്ടിക്കൂട്ടി പോകാനാണെങ്കിൽ ഉള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാം അടിപൊളിയായിട്ട് പോകാനുള്ള. അപ്പം നിങ്ങൾ പറയും ഇങ്ങനെ തട്ടിമുട്ടി പോകാൻ എന്തിനാണ് എൻ്റെ പിള്ളേരെ ഞാൻ അവിടെ വീട്ടിൽ വിട്ട് അടിപൊളി. ഡെഫിനറ്റ്ലി പുറത്തുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിനെക്കാട്ടിലും അടിപൊളി എന്ന് ഞാൻ പറയും. എന്നും പറഞ്ഞാൽ അവിടെ ഉള്ള പഠിക്കുന്ന പിള്ളേരെല്ലാം ഭയങ്കര ടീംസ് ആവും അങ്ങനെയൊന്നുമില്ല. കാരണം ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് കുറേ ആൾക്കാരെ അറിയായിരുന്നു, അവിടെ പഠിച്ച ടീംസൊക്കെ. അങ്ങനെ എല്ലാവരും പുറത്ത് പഠിക്കുന്ന എല്ലാ ആൾക്കാരും വലിയ വലിയ നിലയിലാവും. അങ്ങനെ നമ്മളിവിടെ നാട്ടിൽ പഠിക്കുന്ന എത്രയോ ആൾക്കാരാണ് പുറത്തൊക്കെ പോയി സെറ്റിൽ. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷനാണ് എവിടെ പോയി പഠിക്കാനും വേണ്ടിയുള്ള ആ ഒരു കഴിവ് തരാൻ പറ്റുന്നത്. കാരണം നമ്മൾ ബേസിക്കലി CBSE ICSE പഠിക്കുന്നത്. ഇൻ്റർനാഷണൽ സ്കൂൾ അത്ര പ്രഷർ ഇല്ല. പക്ഷെ ഞാനായിട്ട് കുറച്ച് പ്രഷർ ഇടുന്നുണ്ട്. കാരണം കുറച്ച് കഷ്ടപ്പാടൊക്കെ വരട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ കുറച്ച് കഷ്ടപ്പാടൊക്കെ വന്നാലല്ലേ നമുക്ക് ലൈഫിൽ ഏതെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ടഫ് സിറ്റുവേഷൻസ് വരുമ്പോൾ ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടുള്ളൂ എന്നൊക്കെ തോന്നും. പക്ഷേ എന്തെങ്കിലും ഒരു ടഫ് സിറ്റുവേഷൻ എനിക്ക് വന്നാൽ ഞാൻ അവിടെ ഇരുന്ന് കരയും. കാരണം എന്നെ അങ്ങനത്തെ കഷ്ടത്തിൽ കൂടെ എൻ്റെ വീട്ടുകാരെ കൊണ്ടുപോയിട്ടില്ലായിരിക്കും. അതുകൊണ്ടാണ് എൻ്റെ കുട്ടികളെ ഞാൻ മാക്സിമം കഷ്ടപ്പെടുത്തുന്നത്. ഇവിടെ ചുമ്മാ സീരിയസ് ആയിട്ട് ഞാൻ പറയാണ്, വെളിയിലുള്ള ആൾക്കാരുടെ ലെവൽ ഓഫ് ടോളറൻസും പേഷ്യൻസും പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഫേസ് ചെയ്യാനുള്ള ഇതെല്ലാം ഭയങ്കര കുറവാണെന്ന് കമ്പയർഡ് ടു നമ്മുടെ നാട്ടിലുള്ള പിള്ളേർ. അതെനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അവിടെ കുറച്ചും കൂടെ ഒരു കൺവീനിയൻ്റ് ആയതുകൊണ്ട് എല്ലാം അറിയണ്ടല്ലോ. അപ്പം എന്തെങ്കിലും എല്ലാം എളുപ്പത്തിൽ ഈസിലി കിട്ടും. എല്ലാം കുറച്ചും കൂടെ ഈസിയാണ്. അപ്പം ഭയങ്കര പ്രശ്നങ്ങൾ ലൈഫിൽ വരുമ്പോഴത്തേക്കും അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഭവങ്ങൾ കുറച്ച് പിന്നോട്ടാണോ എന്ന് എനിക്ക് ചിലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മളെങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ
മോൾഡ് ചെയ്തെടുക്കണ പോലെ ഇരിക്കും. അങ്ങനെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ നിങ്ങളുടെ കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ പറ്റട്ടെ, എനിക്കും പറ്റട്ടെ. അപ്പോൾ കുട്ടികൾ അഡ്ജസ്റ്റ് ചെയ്യോ ഇല്ലേ എന്നുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയല്ലോ. എന്തെങ്കിലും മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഞാൻ തന്നെ എന്തൊക്കെയോ പറഞ്ഞെന്ന് തോന്നുന്നു. കുട്ടികളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ബേസിക്കലി പാരൻസാണ് അഡ്ജസ്റ്റ് ആവാത്തത് എന്നാണ് എൻ്റെ ഒരു ഇത്. പാരൻസിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര എളുപ്പമായിരുന്നു. കാരണം എനിക്ക് വേണ്ടതല്ല ഇവിടെ ഉണ്ടായിരുന്നു. എന്നെ ശല്യപ്പെടുത്താനും ആരും ഇല്ലായിരുന്നു. വേറെ പ്രശ്നങ്ങളൊക്കെ ഞാൻ വളരെ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. നാട്ടുകാരൊക്കെ പ്രശ്നം, ഓവർ ഇൻവോൾവ്മെൻറ്റ്. പക്ഷെ ഞാൻ തന്നെ അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് ഞാൻ തന്നെ അതിൻ്റെ വഴികളൊക്കെ കണ്ടുപിടിച്ച് നമ്മുടെ ലൈഫ് നമുക്കിവിടെ നിൽക്കണമെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരെ ശല്യപ്പെടുത്തണമെങ്കിൽ നമ്മൾ ബോധർ ചെയ്ത് അതിനെപ്പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു നമ്മുടെ ലൈഫ് ദുഷ്കരമാക്കണതിനെക്കാട്ടി നല്ലത് നമ്മൾ തന്നെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് സമാധാനമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള വഴി കണ്ടുപിടിക്കുക എന്നുള്ളതല്ലേ. അപ്പം ആ ഒരു വഴിയിൽ ഓൾറെഡി ഞാൻ എത്തിക്കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും എത്താൻ പറ്റട്ടെ, ആ വഴികൾ തെളിഞ്ഞു വരട്ടെ, ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ, എവിടെയാണെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റട്ടെ. പിന്നെ ഫിനാൻഷ്യൽ റീസൺസ് ഒരു മെയിൻ റീസൺ ആണ്. അത് എല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം ഓക്കെ ആണല്ലോ. അതിനെപ്പറ്റി അതിലോട്ട് ഞാൻ കടക്കുന്നില്ല. അത് എല്ലാം നിങ്ങളുടെ പേഴ്സണൽ ഡെസിഷൻസാണ്. പിന്നെ ഈ കുട്ടികളുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ നിൽക്കുമ്പോൾ തന്നെ പരിപ്പും ചോറ് സാമ്പാറൊക്കെ കൊടുത്ത് പഠിപ്പിക്കുക. അല്ലെങ്കിൽ ഇവിടെ വന്ന കുറച്ച് പാടായിരിക്കും. പിന്നെ കുറച്ചൊക്കെ മലയാളമൊക്കെ സംസാരിച്ച് പഠിപ്പിക്കുക. അല്ലെങ്കിൽ ഇവിടെ വന്ന നല്ല പാടാം. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ പുറത്താണെങ്കിലും നാട്ടിൽ പിള്ളേരെ വളർത്തുന്നത് പോലെ തന്നെ വളർത്താൻ ശ്രമിക്കുക. അപ്പം പിന്നെ ആർക്ക് പാടില്ലല്ലോ തിരിച്ചു വരുന്ന ഡിസിഷൻസിനെ പറ്റി ഓർത്ത് കൺഫ്യൂഷൻ ആവണ്ടല്ലോ. അതുകൊണ്ടാണ് പല പാരൻസും മലയാളം പഠിപ്പിക്കുന്ന കുട്ടികളെ മലയാള സിനിമകൾ കാണിക്കുന്നത്. വീട്ടിൽ മലയാളം മാത്രമേ സംസാരിപ്പിക്കാറുള്ളത്. അതൊക്കെ വളരെ ഉപയോഗപ്പെട്ട കാര്യങ്ങളായിരിക്കും. അവിടെയെല്ലാം മൊത്തം സമയം മക്കളുടെ അടുത്ത് സ്കൂളിലെ ഇംഗ്ലീഷിലേ പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ വീട്ടിൽ മലയാളം സംസാരിക്കുന്നില്ല ഗൈസ്? അപ്പോൾ ഇതൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ആൾക്കാർക്ക് മാത്രം ബാധകമാണ്. നിങ്ങൾ അവിടെയാണെങ്കിൽ നിങ്ങൾ മലയാളം ഒന്നും വേണ്ട, നിങ്ങൾ ഏത് ഭാഷയിൽ വേണമെങ്കിൽ സംസാരിച്ചോളൂ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നും ഞാൻ മിസ് ചെയ്ത് പോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ബലമായ വിശ്വാസം. ഹസ്ബൻഡും വൈഫും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഡൗട്ട്സ് ഇല്ലല്ലോ അല്ലേ? ഹസ്ബൻഡ് വൈഫ് അവിടെ ഓക്കെ ആണെങ്കിൽ ഇവിടെ ഓക്കെ ആയിരിക്കും, അവിടെ കുഴപ്പമാണെങ്കിൽ ഇവിടെയും കുഴപ്പമായിരിക്കും. അങ്ങനെ ആസ് എ ഫാമിലി എവിടെയോ നിങ്ങൾ ഹാപ്പിയാണ്, അവിടെ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ചാനൽ ബട്ടൺ അടിച്ചു പൊളിച്ച് പൊട്ടിക്കുക. വേറെ എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. അതിനുള്ള ഉത്തരം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇറക്കുന്നതായിരിക്കും. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സി യു.